എൻ്റെ വാർഡ്രോബിലെ ഷോളിൻ്റെ അവസ്ഥ വൻ ഷോക്കാണ്. അതിലും പരിതാപകരമാണ് താഴത്തെ തട്ടെന്ന് എനിക്കറിയാം, അത് വിട്ടേക്കട്ടോ. സോ ഒറ്റ വലിക്ക് എല്ലാം താഴെ വീഴും. ബാക്കി എല്ലാ ക്ലോത്ത്സും മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിലും ഓരോ ഷോൾസും ഡിഫറെൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ഒരുപോലെ പെരുമാറണമെന്ന് അങ്ങനെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവന്മാരെ വരച്ച വരയിൽ ആക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരൈറ്റം ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. എനിക്കാണെങ്കിൽ ആവശ്യത്തിന് സമയമുണ്ട്. അതുകൊണ്ട് ഒരു DIY തന്നെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ച്. ഒരു ക്ലോത്ത് ഓർഗനൈസർ എല്ലാം യൂട്യൂബിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ. ഞാൻ അവരുടെ നോക്കി കോപ്പി അടിക്കുന്നതെന്ന് മാത്രം. പിന്നെ ഓൺലൈൻ ഡെലിവറിക്ക് ക്ഷാമമൊന്നും ഞാൻ ഇതുവരെ വരുത്താത്തത് കൊണ്ട് ഇഷ്ടംപോലെ കാർഡ്ബോർഡ് ബോക്സും കിടപ്പുണ്ട്. പിന്നെ അമ്മ ഒഴിവാക്കിയ നല്ല നല്ല വെറൈറ്റി മാക്സീസും ഉണ്ടാകുമ്പോൾ ഇതൊക്കെ എന്തിനാ ചെയ്യാണ്ടിരിക്കുന്നത്? സോ ഞാൻ ഈ കാണിക്കുന്ന കണക്കിന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും നല്ല അടിപൊളി ഒരു ഓർഗനൈസർ ഉണ്ടാക്കാം കേട്ടോ. ഇതിന് വളരെ നിസ്സാരമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് മതിയേ. നമ്മളെ പാകത്തിനനുസരിച്ചിട്ട് ഇടത്തരം സ്ട്രോങ് ആയിട്ടുള്ള കാർഡ്ബോർഡ് ബോക്സ് വേണം. പിന്നെ പഴയതോ പുതിയതോ ആയിട്ടുള്ള ക്ലോത്തും. നിങ്ങളെ അമ്മ നല്ല സന്മനസ്സുള്ളതാണെങ്കിൽ പുതിയത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ മാറ്റുക കേട്ടോ. പിന്നെ ഡബിൾ സൈഡ് അഡ്ഹസീവ് ടാപ്പ്, അത് ഞാനിവിടെ ഫാഷൻ ടാപ്പും യൂസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഗ്രിപ്പ് ടൈപ്പും യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടും നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല വൃത്തിക്ക് ഫോൾഡ് ചെയ്ത് വെച്ചാൽ നല്ല കൃത്യമായിട്ട് ഈ ഐറ്റം കിട്ടും കേട്ടോ. പിന്നെ നമ്മളുടെ കത്രിക, ഓക്കെ. അപ്പം ഈ കാണുന്ന പോലെയൊക്കെ നന്നായിട്ട് ഒട്ടിക്കുകയും മുറിക്കുകയും പിന്നെ അടുക്കുകയൊക്കെ ചെയ്താൽ നമുക്കൊരു അടിപൊളി കിണ്ണം കാച്ചിയ ഓർഗനൈസർ കിട്ടും കേട്ടോ. ഇത് ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സാധനം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പോ അങ്ങനത്തെ ഉള്ളൊരു കഴിവുകളോ ഒന്നും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. പക്ഷേ സാധനം അടിപൊളിയാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എനിക്ക് നന്നായിട്ട് ബോധിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എനഫ് സ്ട്രോങ്, പർപ്പസ്ഫുൾ ആണ്, ലുക്കിംഗ് ഡീസൻറ്റ്. ഞാനിത് ഷോളിന് വേണ്ടിയിട്ട് ഒരെണ്ണം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്താട്ടോ. അതിനുശേഷം ഒരെണ്ണം ഉണ്ടാക്കി, പിന്നെ 2 ഉണ്ടാക്കി. പിന്നെ ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്ത കുറച്ച് ഐറ്റംസും വന്നതുകൊണ്ട് പിന്നെ അവിടെ വെച്ച് നിർത്തി. അണ്ടർവെയർസ്, സോക്സ്, ടവൽസ് ഇതൊക്കെ ഞാൻ ഇപ്പം വൃത്തിക്ക് അടുക്കി ഒതുക്കി ഷെൽഫിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. സോ അടിപൊളിയായിട്ടാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ.